മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് കടൽ മേഖലയിൽ അവർ നിരന്തരമായി ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ നിരന്തരമായി അതിജീവിക്കുന്നവരാണ്, നേരിടുന്നവരാണ്, ദുരന്തങ്ങൾ കണ്ട് പരിശീലിച്ചവരാണ്. അവരും ഈ വയനാടിൻ്റെ വേദനയിൽ പങ്കുചേരുകയാണ്. തിരുവനന്തപുരം ചിറയൻകീഴിലെ ആ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിലും വയനാടുകാർക്കൊപ്പം മനസ്സ് നിൽക്കുക. പേരെടുത്ത് പറയണം, മുതലപ്പൊഴി എന്നുള്ളതാണ് അല്ലെ. എന്നും മുതലപ്പൊഴിയിൽ നിന്നുള്ള അപകട വാർത്തകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താറുണ്ട്. അത് സങ്കടകരമായ ഒരു കാര്യമാണ്. മുതലപ്പൊഴിയിൽ ജീവനുകൾ പൊലിയുന്നത് അല്ലേ. അവിടെ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ അവരും ഇത്തരം ഒരു ഉദ്യമത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ വാർത്തയിൽ ഇപ്പോഴുള്ളത് മുതലപ്പൊഴിയിലാണ്. പ്രജാപതി എന്ന ബോട്ടിൽ പണിയെടുക്കുന്ന ആളാണ് ജിബിനും ഒപ്പമുള്ളവരും ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50,000 രൂപയാണ് നൽകിയിട്ടുള്ളത്. ഈ വയനാടിന്റെ ഒരു വേദന ഇങ്ങനെ വരുമ്പോൾ എപ്പോഴാണ് ചിന്തിച്ചത് ഇങ്ങനെ ഒരു സഹായം ചെയ്യാമെന്ന്? അതിപ്പോ എങ്ങനെയാണ് ചിന്തിച്ചതെന്ന് ചോദിച്ചാല് നമ്മളെ മുതലപ്പുഴയിലും ഇതുപോലെ ഞങ്ങളുടെ സഹോദരങ്ങൾ മരണമടയാറുണ്ട്. അപ്പോഴും ഞങ്ങളും മത്സ്യത്തൊഴിലാളികൾ പൊതുവെ സമരത്തിനും കാര്യങ്ങൾക്കും ഇറങ്ങി തിരിച്ചാലും ആരും ഞങ്ങളെ മൈൻഡാക്കാറില്ല. എങ്കിലും അത് ഇവിടെ ഞങ്ങൾ വിഷയമാക്കുന്നില്ല. ഞങ്ങളുടെ അതേ ദുഃഖം തന്നെയാണ് അവർക്കും ഉള്ളത്. അപ്പോൾ അവരെ ഒരു കൈ സഹായിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികളായ ഞങ്ങൾ 45 ആളും കൂടി ഇങ്ങനെ തീരുമാനിച്ചു. ഒരു ദിവസം ജോലിയെടുക്കുന്ന കാശ് അവർക്ക് സഹായിക്കണമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ തൊഴിലിന് പോയി. കിട്ടിയ കാശാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ധനസഹായത്തിൽ കൊടുത്തത്. മലയോര മേഖലയുടെ കണ്ണിൽ ഈ ദുരന്തത്തിന്റെ ആഴവും വേദനയും അത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തട്ടുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം സമാനമായ രീതിയിൽ ആളുകളെ അല്ലെങ്കിൽ ബന്ധുക്കളെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. തീർച്ചയായും നിങ്ങൾ ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ അവിടെ ധനസഹായമായിട്ടോ അല്ലെങ്കിൽ സഹായമായിട്ടോ ഇതുപോലെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വരാറുണ്ട് ആണല്ലോ. പ്രളയം വന്നപ്പോഴും മത്സ്യത്തൊഴിലാളിയാണ് വന്നത്. കേരളത്തിന്റെ സൈന്യം എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ്. ഇന്നും ഒരു പ്രതിഫലം പോലും പേടിക്കാതെ അവരവരുടെ തൊഴിൽ മേഖലയായിട്ട് വന്ന് ഒരു ഇതുണ്ടാക്കിയതും മത്സ്യത്തൊഴിലാളി തന്നെയാണ്. ഇപ്പോഴും എന്ത് അപകടം വന്നാലും മത്സ്യത്തൊഴിലാളികളെ ക്ഷണിച്ചാൽ അവർ 2 കൈയോടെയും വരും. അതാണ് മത്സ്യത്തൊഴിലാളികൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലില് മത്സ്യത്തൊഴിലാളികൾ അങ്ങനെയാണ്. പരസ്പരം സഹായിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒക്കത്തുള്ളൂ. ഈ വള്ളത്തില് അതിഥി തൊഴിലാളികളും ഉണ്ടായിരിക്കുമല്ലോ. അവരുടെ ഈ ഒരു ദിവസത്തെ ശമ്പളം കൂടി എടുത്തു എങ്ങനെയാണ് അത്? അവരുടെയും കൂടെ ആയിട്ടാണ്. ഈ 5 പേര് അതിഥി തൊഴിലാളികളാണ്. ഞങ്ങൾ 45 പേരാണ് ഈ ബോട്ടിൽ പണിയെടുക്കുന്നത്. ഞങ്ങൾ 45 പേരുടെയും ഒരു ദിവസത്തെ വേതനമാണത്. അതില് ബോട്ടിന്റെ ഇന്ധനവും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഒരു ദിവസം ബോട്ട് തൊഴിലിന് ഇറക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 30,000 ചെലവുണ്ട്. അത് ഞങ്ങൾ സഹിച്ചു. അത് ഞങ്ങൾ ഓണർമാര് സഹിച്ചിട്ട് ബാക്കി അന്നത്തെ അവരുടെ ഇന്ധനം അവരുടെ ഇൻകമാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഇതിൽ കൊടുത്തത്. സർക്കാർ സംവിധാനങ്ങളോട് നമ്മളെ സമൂഹത്തിലെ മറ്റ് ആളുകളോട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണ്? അതായത് ഇപ്പോൾ വീടുകളെല്ലാം നഷ്ടപ്പെട്ട്, തൊഴിൽ നഷ്ടപ്പെട്ട്, ഉറ്റവരെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ ജനത വയനാട്ടിലുണ്ട്. അവരെ സംരക്ഷിക്കുന്നതിന്, ചേർത്ത് നിർത്തുന്നതിനുള്ള കൃത്യമായ നടപടികൾ അത് ആഗ്രഹിക്കുന്നു. എല്ലാവരെ പോലെയും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മനുഷ്യരല്ലേ നമ്മളെല്ലാവരും. നമുക്ക് ഒരു ലൈഫ് കിട്ടിയത് അത് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? അതിന് പരസ്പരം നമ്മൾ മലയാളികളെ സഹായിച്ചാലല്ലേ പറ്റത്തുള്ളൂ. മലയാളികളെ സഹായിക്കും. മലയാളി അങ്ങനെയാണ്. തീർച്ചയായിട്ടും അഭിമാനമാണ് ജിതിൻ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ. നിങ്ങൾ ഇങ്ങനെ ഒരു കർമ്മം ചെയ്തതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ആ പണം നൽകുമ്പോൾ അതിന് കുറച്ചുകൂടി തിളക്കമുണ്ട്. കാരണം നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരാണ് ഞങ്ങൾ. ഏറ്റവും കൂടുതൽ അഭിമാനത്തോടുകൂടി തന്നെയാണ് നിങ്ങളുടെ ഈ പ്രവൃത്തിയെ കാണുന്നത്. സന്തോഷ് മണക്കാടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.